ഈ വർഷം ഹോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന സിനിമയാണല്ലോ ജുറാസിക് വേൾഡ് റീബർത്ത്. ഇപ്പോൾ മൂവി ടീം ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്ററുകളെല്ലാം തന്നെ പുറത്തിറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ചിത്രത്തിന്റെ തിയേറ്റർ ചാർട്ടിംഗും ആരംഭിച്ചു കഴിഞ്ഞു. സ്കാർലറ്റ് ജോൺസൺ, മാർഷേല അലി, ജൊനാഥൻ ബെയ്ലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗാരത്ത് എഡ്വേർഡ്സ് സംവിധാനം ചെയ്യുന്ന ജുറാസിക് വേൾഡ് റീബർത്ത് ഈ വരുന്ന ജൂലൈ 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ജനപ്രിയ നായകൻ ദിലീപ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സെൻസറിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും യു സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി ഈ വരുന്ന മെയ് 9-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ടീസറും മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2 എന്ന സിനിമയുടെ ചിത്രീകരണം നിലവിൽ കേരളത്തിൽ അട്ടപ്പാടിയിൽ നടന്നു വരികയാണ്. ഇവിടുത്തെ ചിത്രീകരണം പൂർത്തിയായാൽ ജയിലർ 2ന്റെ 2-ാം ഘട്ട ചിത്രീകരണം പൂനെയിൽ വെച്ചാവും നടത്തപ്പെടുക. ഇതിലൊരു ഹൈലൈറ്റ് എന്തെന്നാൽ പൂനെയിലെ ചിത്രീകരണത്തിൽ നമ്മുടെ ലാലേട്ടനും ജോയിൻ ചെയ്യുമെന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഓൾറെഡി സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ പൂനെയിലുള്ളതിനാൽ ഈ വാർത്ത വെറുമൊരു റൂമറായി തള്ളിക്കളയാൻ സാധിക്കില്ല. ആകെ മൊത്തത്തിൽ 180 ദിവസത്തെ ചിത്രീകരണമാണ് ജയിലർ 2-നുള്ളത്. സൂപ്പർ സ്റ്റാർ രജനികാന്ത്, ലാലേട്ടൻ, ശിവരാജ് കുമാർ, നമ്മുടെ ഫഹദ് ഫാസിൽ, തെലുങ്ക് സൂപ്പർ താരം ബാലയ്യ, ചെമ്പൻ വിനോദ് എന്നിവരെല്ലാം ജയിലർ 2ന്റെ കാസ്റ്റ് ലിസ്റ്റിലുണ്ട്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. മാത്യു തോമസിനെയും ഒരു ഈച്ചയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ഒരു 3D ഫാന്റസി ചിത്രമാണ് ലവ്ലി. ആദ്യം മെയ് 2-ാം തീയതി റിലീസ് തീരുമാനിച്ചിരുന്ന ലവ്ലിയുടെ റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതുക്കിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന മെയ് മാസം 23-ാം തീയതി ലവ്ലി തിയേറ്ററുകളിലേക്ക് എത്തും. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മനു സ്വരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പടക്കളം. ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബു ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു കോമഡി ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിട്ടുള്ള പടക്കളം ഈ വരുന്ന മെയ് 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ധ്യാൻ ശ്രീനിവാസനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽജി സംവിധാനം ചെയ്ത ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ റിലീസിലേക്ക് കടക്കുന്നു. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് വേണ്ടി സോഫിയ പോൾ നിർമ്മിച്ച ഡിറ്റക്റ്റീവ് ഉജ്ജലൻ ഈ വരുന്ന മെയ് 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം ഇന്ന് മുതൽ കൊടൈക്കനാലിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ചിത്രത്തിന്റേതായി ഒരു സോങ്ങിന്റെ ചിത്രീകരണവും അതുകൂടാതെ 15 ദിവസത്തെ മറ്റു ചിത്രീകരണമാണ് ഉള്ളത്. ഇനി ജനനായകന്റെ മറ്റൊരു പ്രധാന അപ്ഡേറ്റ് എന്തെന്നാൽ ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ സോങ് പുറത്തിറക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഈ വരുന്ന ജൂൺ 22-ാം തീയതി ദളപതി വിജയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി ജനനായകനിലെ ഫസ്റ്റ് സിംഗിൾ പുറത്തു വരും. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അനിരുദ്ധ് മ്യൂസിക് ഒരുക്കുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മലയാളികളുടെ സ്വന്തം ഹനുമാൻ കെയിന്റ് ആണ്. 2026 ജനുവരി 10-ാം തീയതി റിലീസ് തീരുമാനിച്ചിരിക്കുന്ന ജനനായകനിൽ ദളപതി വിജയ്ക്കൊപ്പം പൂജ ഹെഗ്ഡെ, പ്രിയാമണി, നരേൻ, യോഗി ബാബു, ബോബി ഡിയോൾ, ശ്രുതി ഹാസൻ, മമിത ബൈജു എന്നിവരും താരങ്ങളായിട്ടെത്തും. ബേസിൽ ജോസഫ് നായകനായി ടൊവിനോ തോമസ് നിർമ്മിച്ച് വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി മികച്ചൊരു വിജയമായി മാറിയ മരണമാസ് എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. സോണി ലൈവ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന മെയ് 15-ാം തീയതി സോണി ലൈവിലൂടെ മരണമാസ് OTT സ്ട്രീമിംഗ് ആരംഭിക്കും. കാർത്തിക നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന കൈദി 2ന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ റെട്രോ എന്ന സിനിമയുടെ ആദ്യ പ്രദർശനത്തിനെത്തിയ ആ ഒരു സമയത്ത് സംവിധായകൻ ലോകേഷ് കനകരാജ് തന്നെയാണ് കൂലിയുടെ റിലീസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈദി 2ന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കൈദി 2ന്റെ പേപ്പർ വർക്കുകൾ ആരംഭിച്ചതായിട്ടും ലോകേഷ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ സൂര്യയുമൊത്ത് ലോകേഷ് സിനിമ ചെയ്യുമോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നപ്പോൾ ലോകേഷ് നൽകിയ മറുപടി തീർച്ചയായും റോളക്സ് എന്നൊരു സ്റ്റാൻഡലോൺ മൂവി സൂര്യയുമൊത്ത് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടികപ്പിയാരെ, കൂട്ടമണി, ഉറിയടി എന്നീ സിനിമകൾക്ക് ശേഷം AJ വർഗീസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അടിനാശം വെള്ളപ്പൊക്കം എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് മനോജ് കുമാർ KP ആണ്. അർജുൻ അശോകൻ, മാത്യു തോമസ്, ഷാജോൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തി തിയേറ്ററുകളിൽ വിജയമായി മാറിയ റോമാൻസ് എന്ന ചിത്രം ഇപ്പോൾ സോണി ലിവിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമയുടെ കളക്ഷൻ ഒന്ന് പരിശോധിക്കാം. റിലീസിനെത്തി ഒരാഴ്ച പിന്നിട്ടിട്ടും ഓരോ ദിവസവും ഞെട്ടിക്കുന്ന കളക്ഷനും വമ്പൻ നേട്ടങ്ങളുമാണ് തുടരും എന്ന സിനിമ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ റിലീസിനെത്തി കൃത്യം 8-ാം ദിവസം കേരളത്തിൽ നിന്ന് മാത്രം തുടരും എന്ന സിനിമ 50 കോടി എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 53 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 8 ദിവസങ്ങൾ കൊണ്ട് 127 കോടി രൂപയുമാണ് തുടരും എന്ന ഈ ലാലേട്ടൻ ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത എന്തെന്നാൽ നാളെയും മറ്റന്നാളും അതായത് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലെ തുടരും സിനിമയുടെ പ്രതിദിന പ്രീ ബുക്കിംഗ് 2.5 കോടി രൂപയിലേക്ക് ഇപ്പോൾ തന്നെ എത്തപ്പെട്ടിട്ടുണ്ട്. എന്തു തന്നെയായാലും ലോ ബഡ്ജറ്റിൽ വലിയ ഹൈപ്പ് ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും 150 കോടിയും കടന്ന് 200 കോടി കളക്ഷനിലേക്ക് എത്തുമെന്ന് തീർച്ച. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.